മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഈ ശുശ്രൂഷയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത്. പലവിധ കാരണങ്ങളാൽ ഈ ശുശ്രൂഷ ഒരു മാസമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ആദ്യമേ വാട്സപ്പിൽ പ്രശ്നങ്ങളുണ്ടായി. അത് പുതിയ ഒരു നമ്പറിൽ വാട്സപ്പൊക്കെ ക്രമീകരിച്ച് ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ലാപ്ടോപ്പ് കേടായിപ്പോയി. പിന്നീട് അത് നന്നാക്കുവാനായിട്ട് പല വിധത്തിൽ പരിശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. അതിനുശേഷം ഒരു സഹോദരൻ പ്രത്യേകമായിട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിത്തരികയും അതിനുശേഷം ഇന്ന് മുതൽ ഇത് ആരംഭിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയൊഴുകുന്നിടത്ത് പിശാച് അത് പല വിധത്തിൽ തടസ്സപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ ഒഴുക്ക് തടയാനായിട്ടോ അത് നിത്യമായിട്ട് നിർത്തുവാനായിട്ടോ പിശാചിന് സാധിക്കുകയില്ല. അവൻ ചില പ്രവർത്തികൾ നടത്തി നോക്കും, പക്ഷേ ദൈവത്തിൻ്റെ കൃപയുടെ ഒഴുക്കിനെ തടയാനായിട്ട് അവന് സാധിക്കുകയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നു മുതൽ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ലാപ്ടോപ്പ് കേടായി പോയതിനു ശേഷം പുതിയത് വാങ്ങുവാനായിട്ട് എന്നോട് ഈ വ്യക്തി പലവട്ടം ഇങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ പുതിയത് വാങ്ങാതെ പഴയതിൽ തന്നെ ചെയ്യുവാനായിട്ടായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി പല വിധത്തിൽ പരിശ്രമിച്ചു. ഞാൻ പലവട്ടം ഇദ്ദേഹത്തിൻ്റെ ഓഫർ നിരസിച്ചു. പക്ഷേ അവസാനം അത് പുതിയ ലാപ്ടോപ്പ് വാങ്ങിയിരിക്കുക. ഈശോയുടെ നാമത്തിൽ ഈശോയുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിത്തന്ന ആ വ്യക്തിയെയും കുടുംബത്തെയും ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അവരുടെ നിയോഗങ്ങളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചേർത്ത് വെച്ച് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് ഈ ശുശ്രൂഷ എന്തേ നൽകാത്തത് എന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് മുതൽ ഈ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഈ ശുശ്രൂഷ കൂടുതൽ അഭിഷേകത്തോടുകൂടെ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലാപ്ടോപ്പ് വാങ്ങി തന്ന ആ മകനെയും മകൻ്റെ കുടുംബത്തെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ എല്ലാ നിയോഗങ്ങളിലും ദൈവത്തിൻ്റെ കൃപയൊഴുകട്ടെ. അവരുടെ അധ്വാനങ്ങളിൽ ദൈവം അവരെ ശക്തിപ്പെടുത്തട്ടെ. അവരുടെ കുടുംബത്തെ കർത്താവ് ഓരോ നിമിഷവും സംരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ നാളുകളിലെല്ലാം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുക. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ അവരെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കരങ്ങളൊക്കെ കൂപ്പിപ്പിടിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഈ ശുശ്രൂഷ തുടരുവാനായിട്ട് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാം. ഒപ്പം ഈ ശുശ്രൂഷയിന് കടന്നു ചെല്ലുന്നവരെ, വ്യക്തികളെ എല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണവാനായ നല്ല ഈശോയെ, ഈ ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ സ്നേഹദൂത ശുശ്രൂഷ തടയുന്നതിന് വേണ്ടി ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള വലിയ കാര്യം അങ്ങ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. ഇതിനുള്ള വഴികളെല്ലാം അങ്ങ് തുറന്നു തന്നു. ഈശോനാഥ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ കൃപയോടെ ഈ ശുശ്രൂഷ നടത്തുവാനായിട്ട് കൃപ നൽകണമേ. അനേകം മക്കളിലേക്ക് ഈ ശുശ്രൂഷ കടന്നു ചെല്ലട്ടെ. ആരിലേക്കെല്ലാം ഈ ശുശ്രൂഷ കടന്നു ചെല്ലുന്നു അവരുടെ എല്ലാം ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ സംരക്ഷണം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഈ മക്കളിലേക്ക് വലിയ കൃപയൊഴുകട്ടെ. ഇവരുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾ അങ്ങ് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വേദനകൾ അങ്ങ് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനങ്ങളെ അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിന്മയായതെല്ലാം ഇവരുടെ കുടുംബത്തിൽ നിന്നും ഇവരുടെ ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയണമേ. ബന്ധനങ്ങളെല്ലാം അഴിക്കണമേ. പിശാചിൻ്റെ ശക്തിയെ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ,
പ്രത്യേകമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഞാൻ കഴിഞ്ഞ മാസം വരെ ഈ ശുശ്രൂഷ അയച്ചുകൊണ്ടിരുന്നത് കുറേയേറെ പേരിലേക്ക്, ഏകദേശം ഒരു 1500-ലധികം പേരിലേക്ക് ഞാൻ വ്യക്തിപരമായിട്ട് അയച്ചുകൊണ്ടിരുന്നത് ബ്രോഡ്കാസ്റ്റ് വഴിയാണ്. അത് എൻ്റെ പഴയ വാട്സപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ബ്രോഡ്കാസ്റ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുക. അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ഒരു 5 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളിലൂടെയാണ് ഞാനിപ്പോൾ ഈ ശുശ്രൂഷ അയക്കുന്നത്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. ആർക്കെങ്കിലും ഇത് വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ അയച്ചു തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പുതിയ വാട്സപ്പ് നമ്പർ ഞാൻ ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് നൽകും. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ പുതിയ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. പഴയ നമ്പർ വാട്സപ്പ് ഉണ്ടായിരിക്കില്ല, നോർമൽ കോൾ ലഭിക്കും. വാട്സപ്പ് പഴയ നമ്പറിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. പഴയ നമ്പറുകൾ ഗ്രൂപ്പുകളിലേക്ക് ചേർക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും. പക്ഷെ പഴയതുപോലെ എല്ലാവർക്കും എത്തിച്ചു നൽകാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ശുശ്രൂഷയെ വളർത്തുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.